തുറക്കുന്നുണ്ട്. താങ്ക് യു. ഇവിടെ നമ്മൾ എൻട്രി ചെയ്തിട്ട് ഈ സെല്ലിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ. ഈ സെല്ലിനെ പറ്റി എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ സെല്ലാണ്. ഒരു ശിക്ഷാ തടവുകാരന് പ്രവേശിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, എടുക്കാനുള്ള പാത്രം, ഗ്ലാസ്, കൊന്ത, വസ്ത്രം, പിന്നെ പായ്, പിന്നെ അതിനെ ഡെറി എന്ന് പറയും, അത് വിരിച്ച് കിടക്കാനുള്ള. പിന്നെ ഈ സെല്ലെന്ന് പറയുന്നത് 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലായിരിക്കും. സെല്ലിലെന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ പോലും നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യാറില്ല. പിന്നെ തടവുകാർക്ക് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്നതിനുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനമുണ്ട്. വെള്ളമൊക്കെ അതിനകത്ത് ടാപ്പിൻ്റെ സൗകര്യമുണ്ട്. ആ ടാപ്പിലൂടെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് തടവുകാർക്ക് കൊടുക്കുന്ന ഇത് അന്തേവാസികൾക്ക് സെല്ലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ കിടക്കുന്ന സെല്ലുണ്ട്, 10 പേര് കിടക്കുന്ന സെല്ലുണ്ട്, 50ഓളം അന്തേവാസികൾ ഒരുമിച്ച് കിടക്കുന്ന വലിയ ഹാളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സെല്ലുകളിൽ പകൽ സമയത്ത് അവരൊരു മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതാണെങ്കിൽ ക്യാരം ബോർഡും ചെസ് ബോർഡും ഒക്കെ പകൽ സമയത്ത് കൊടുക്കും. അവർക്ക് ഡിപ്രഷൻ മൂഡ് വന്നിട്ട് ഇതൊക്കെ അടിച്ചു പൊട്ടിക്കാനായിട്ട് അതായത് എല്ലാ ബ്ലോക്കിലും ഓരോരോ ഡ്യൂട്ടിക്കാർ 24 മണിക്കൂറും ഉദ്യോഗസ്ഥൻ കാണും. അതുകൊണ്ട് തന്നെ ഇടവേളകളിൽ വന്ന് ഉദ്യോഗസ്ഥൻ വന്ന് തടവുകാരെ വന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത്തരം സംഘർഷങ്ങൾ സാധ്യത കുറവാണ്. അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൊടുക്കാറില്ല. പിന്നെ അങ്ങനെയുള്ള പ്രതികളെ കൂടുതൽ നമ്മൾ സിംഗിൾ അക്രമാസക്തരായ പ്രതികളുണ്ടെങ്കിൽ അവരെ കൂടുതലും നമ്മൾ ഇതേണെങ്കിൽ സെല്ലില്ലേ മാക്സിമം വലിയ ക്രൈമുള്ള ആൾക്കാരാണ് കൂടുതലും കിടക്കുന്നത്. അതാ അക്രമാസക്തം കൂടുതൽ. അതായത് സിംഗിൾ സെല്ലിൽ ഇടുന്നതെന്ന് പറയുന്നത് വധശിക്ഷയ്ക്ക് വിധിച്ച എല്ലാ പ്രതികളെയും സിംഗിൾ സെല്ലാണ് ഇടുന്നത്. സൈക്കാട്രി പ്രോബ്ലം ഉള്ള പ്രതികളെ സിംഗിൾ സെല്ലാണ് ഇടുന്നത്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള പ്രതികളാണെങ്കിൽ സിംഗിൾ സെല്ലിൽ പാർപ്പിക്കും. പിന്നെ ജയിലിൽ സ്ഥിരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന, അതായത് മറ്റ് തടവുകാരുമായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അന്തേവാസികളെ നമ്മൾ സിംഗിൾ സെല്ലാണ് പാർപ്പിക്കുന്നത്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് ആക്ച്വലി ജയിലിൻ്റെ അകത്തുള്ള ബെഡ്ഷീറ്റും പായും പാത്രവും സോപ്പും ക്യാരം ബോർഡും എല്ലാം സംഭവമുണ്ട്. സംഭവം സിംഗിൾ സെല്ലാണ്. ഒരു ഷർട്ടും ഉണ്ട്. ഇതെന്താണ് ആക്ച്വലി എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രതിയെ റിമാൻഡ് ചെയ്താൽ ആ പ്രതിയെ വീണ്ടും കോടതിക്ക് 14 ദിവസം കഴിഞ്ഞ് റിമാൻഡ് ഡേറ്റ് തരും. ആ റിമാൻഡ് കാലാവധിക്ക് അടുത്ത ഡേറ്റിന് കാണിക്കണം. അന്നേരം നമ്മൾ ഇപ്പം പുതിയ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോൺഫറൻസിംഗ് സിസ്റ്റം വഴിയാണ് ഇപ്പോൾ പ്രതിയെ കോടതിയിൽ കാണിക്കുന്നത്. അത് പ്രാബല്യത്തിൽ വന്നായിരുന്നോ? പ്രാബല്യത്തിലുണ്ട്. കോവിഡ് സമയം ആയപ്പോഴത്തേനും കൂടുതൽ പ്രാബല്യത്തിലായി. ഇതെല്ലാ ജയിലുകളിലും ഈ സിസ്റ്റം ഇപ്പോൾ നിലവിലുണ്ട്. എല്ലാ കോടതികളിലും നിലവിലുണ്ട്. എല്ലാ കോടതികളിലും 90% കോടതികളിലും പ്രതികളെ കാണിക്കുന്നത് ഇത്തരത്തിലാണ്. ഈ പ്രതിയെ നിർത്തുകയും ഇവിടെ ഒരു മൈക്ക് ഉണ്ടാവും, ഇവിടെ എസ്കോർട്ട് പോലീസുകാരനുണ്ടാവും, ഇവിടെ ജയിൽ ഉദ്യോഗസ്ഥനുണ്ടാവും. ആ ജയിൽ ഉദ്യോഗസ്ഥനും ജഡ്ജിക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ പ്രതിക്കും ജഡ്ജിക്കും തമ്മിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ഈ പ്രതിയാണെങ്കിൽ സംസാരിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്ന പോലീസുകാർക്ക് കേൾക്കാൻ പറ്റുമല്ലോ. എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ പറ്റും. സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പ്രതിയെ നേരിട്ട് ഹാജരാക്കാൻ പറയും. ഡയറക്റ്റ് കൊണ്ടുപോകും. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഹാങ്ങിങ് ചെയ്യുന്ന ഒരു ഡെമോ വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പറയാമോ സാർ? പറയാൻ പറ്റുന്നു, വളരെ കൺസൈസ് ചെയ്ത് പറഞ്ഞാൽ. ഓക്കെ, ഓക്കെ. നമ്മുടെ ഗ്യാനോസിന്റെ മിനിയേച്ചർ രൂപമാണ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും അവിടെ ഹാങ് ചെയ്യുന്നത്. വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു പ്രതിയെ ഇങ്ങനെയായിരിക്കും അവിടെ ഹാങ് ചെയ്യുന്നത്. ഈ ലിവർ വലിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോം മാറി ആൾ ഹാങ് ചെയ്ത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു ഡെമോ ഒന്ന് കാണിക്കും. ഇതാണ് ലിവർ. ഇങ്ങനെ അകത്തേക്ക് പ്ലാറ്റ്ഫോം മാറി ആൾ ഹാങ് ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ഇങ്ങനെ 1 മണിക്കൂറോളം ഇങ്ങനെ ഇട്ടിരിക്കും. മരണം വരെ. പിന്നെ മെഡിക്കൽ ഓഫീസർ അത് മരണം സ്ഥിരീകരിച്ച ശേഷമാണ് ബോഡി എടുക്കുന്നത്. ബോഡി വേണമെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ബന്ധുക്കൾ ഏറ്റെടുത്തില്ലെങ്കിൽ നേരെ സംസ്ഥാനത്തിലേക്ക് പോകും. കൊല്ലുന്നത് എങ്ങനെയാണെന്നുള്ളത്